ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഒരു പ്രസ്ഥാനം അവസാനം പ്രതിരോധ മാർഗവുമായി എത്തുകയാണ്. അടിക്ക് തിരിച്ചടി എന്നുള്ള ലൈനിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം CPM പറഞ്ഞതുപോലെ വി ഡി സതീശൻ നടത്തുന്നത് കലാപാഹ്വാനമെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ നടത്തിയത്, അതായത് ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏത് തൊഴുത്തിൽ കെട്ടുമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ ചർച്ചയിലേക്ക് അല്പം വൈകിയാണ് എത്തിയത്. എങ്കിലും ഞാൻ വന്നതിന് ശേഷം ചില കാര്യങ്ങൾ കേട്ടു. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരം എന്ന് അവരെ അവകാശപ്പെടുന്ന ഈ കലാപം, നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത്, ഒന്നുകിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനകളുടെയോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു സമര പ്രഖ്യാപനം നടന്നിട്ടില്ല. അവർ ഈ നവകേരള സദസ്സിന് ഈ നാട്ടിൽ ലഭിക്കുന്ന വലിയ ജനപിന്തുണ എല്ലാം കണ്ടിട്ട് ആ ജനപിന്തുണയെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു കലാപ ആസൂത്രിതമായി നടത്തുകയാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലൊരു കലാപ ആഹ്വാനം നൽകുന്നതെങ്കിൽ പോലും അതിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടന്നിട്ടുള്ളത്. ഈ നവകേരള യാത്ര ആരംഭിക്കുന്ന ഘട്ടം മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നവർക്ക് ഉയർത്താം, കരിങ്കൊടി കാണിക്കുന്നവർക്ക് കരിങ്കൊടി കാണിക്കാം. അതിനെ ഒന്നും ഏതെങ്കിലും തരത്തിൽ അതിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു അക്രമ പരമ്പരയായി വളർത്തിക്കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസിന്റെ ബഹുജന സംഘടനകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലടക്കം കാണുന്ന സംഭവ വികാസങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ പോലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ന് KSU നടത്തിയ, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന ചോദ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്? നവകേരള സദസ്സ് പ്രഖ്യാപിച്ചത് മുതൽ അത് ആരംഭിച്ചതിന് ശേഷം ഈ യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് വരെ ഈ കേരളത്തിലാകെ ഈ അക്രമ സമരം നടത്തിയത് ഏത് ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എന്നൊരു ചോദ്യത്തിന് ഇത്രയും നാൾ ഒരു മറുപടി, കൃത്യമായ ഒരു മറുപടി പറയാൻ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പുറത്തു വന്ന് ഇത്തരത്തിൽ ഇവരെ വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഓരോ ദിവസവും പ്രോത്സാഹനം നൽകി ഈ അക്രമ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ആ അക്രമ സമരത്തെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതിനനുസരിച്ച് ഓരോ ദിവസവും അക്രമത്തിന്റെ രീതി മാറ്റി ഈ സംസ്ഥാനം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തന്നെ ഇപ്പോ ഈ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു, ഇന്നത്തെ KSUവിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ. പോലീസിനെതിരെ മുളകുപൊടി വിതറുന്നു, പോലീസിനെതിരെ ഗോലി പ്രയോഗിക്കുന്നു, മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി നിറച്ച് അത് ഉപയോഗപ്പെടുത്തുന്നു, പിന്നെ മഷിക്കുപ്പി, അത് KSUവിനെയൊക്കെ സംബന്ധിച്ച് ഒരു സ്ഥിരം ആയുധമായതുകൊണ്ട് എല്ലാ സമരത്തിലും മഷിക്കുപ്പി പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളത് അവര് ആചാരം പോലെ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പോലീസിനെ ആക്രമിക്കാൻ, പോലീസിനെ എല്ലാം ശാരീരികമായി ഇത്തരത്തിൽ ഒരു സമരത്തിലും കാണാത്ത തരത്തിലേക്കുള്ള വരുന്ന സമരക്കാരുടെ ഒരു കയ്യിൽ ആയുധവും മറു കയ്യിൽ കരിങ്കൊടി എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കരിങ്കൊടി സമരത്തെ കുറിച്ചെല്ലാം നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ട്. ആ കരിങ്കൊടി സമരത്തിനെ സമാധാന സമരമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയ ആ സമരം, പക്ഷെ ഇതൊരു സമാധാന സമരമല്ല, ഇതൊരു അക്രമ സമരത്തിനുള്ള ഒരു ഉപാധിയായി അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനെതിരെ സ്വാഭാവികമായിട്ടും ഈ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ KSUവിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ജനങ്ങളെ കാണുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നവകേരള സദസ്. അവിടേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങളുണ്ട്. അവിടെ ആയിരങ്ങൾ അവരുടെ പലതരത്തിലുള്ള പരാതികൾ അവിടെ ഉന്നയിക്കുകയാണ്. അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ ജനങ്ങളെ കാണുന്നില്ല, സെക്രട്ടേറിയറ്റിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്നുള്ള തരത്തിൽ പറയുന്ന യാതൊരു അർത്ഥവുമില്ല. എന്താണ് ഇന്ന് കേരളം നേരിടുന്ന പ്രധാന രണ്ട് പ്രശ്നങ്ങൾ? അതിനെ സംബന്ധിച്ച് കോൺഗ്രസിനോ KSUവിനോ യൂത്ത് കോൺഗ്രസിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം അവര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? KSU ഇപ്പോൾ ഉയർത്തേണ്ട പ്രശ്നം ഇന്ത്യയിൽ ആകെ നടക്കുന്നതിന് സമാനമായി കേരളത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്. KSUവിന് അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്താനുള്ള കഴിഞ്ഞോ? ഒരു തരത്തിൽ അവർക്ക് കഴിയുന്നില്ല. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അതിനെ പരസ്യമായി അനുകൂലിക്കുകയാണ്. ഗവർണറുടെ നേതൃത്വത്തിൽ ഈ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് RSSകാരെ, BJPക്കാരെ, AVPക്കാരെ എല്ലാം അവരോധിക്കുന്ന പ്രവർത്തനത്തെ KPCC പ്രസിഡന്റ് മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. അതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലേക്കുണ്ട്. പിന്നെ
BJP-യുടെ പ്രതിനിധി ഇവിടെ ഒരു കവലപ്രസംഗത്തിന് സമാനമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് പ്രതിഷേധിക്കുന്നവരെല്ലാം ഏതോ തരത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, പ്രതിഷേധിക്കുന്നവരെ BJP നേരിടുന്ന ഒരു രീതി, ആ രീതിയെ കുറിച്ച് പി കൃഷ്ണദാസിന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ രാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധം എവിടെ നടക്കുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് പ്രതിഷേധം നടക്കുക. അതിനോട് ഈ BJP-യുടെ ഗവൺമെന്റ്, BJP-യുടെ സ്പീക്കറും അടക്കമുള്ളവർ ഏതുതരം സമീപനമാണ് സ്വീകരിക്കുന്നത്? കോൺഗ്രസിന് ചിലപ്പോൾ അക്കാര്യത്തെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രതിഷേധവും ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് 100-ലധികം ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഏകപക്ഷീയമായി വിവിധ ബില്ലുകൾ നിയമങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുകയാണ്. അവരാണ് പ്രതിഷേധിക്കുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ നേരിടുന്ന മാർഗങ്ങളെ കുറിച്ച് ഇവിടെ വന്ന് വാചാലമായി സംസാരിക്കുന്നത്. പാർലമെന്റിൽ സമാധാനപരമായി പ്രതിഷേധിച്ച MP-മാരെ, 100-ലധികം MP-മാരെയാണ് ഓരോ മണിക്കൂറുകളിലും MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം പാർലമെന്റിലുണ്ട്. ആ പാർലമെന്റിൽ ഈ രാജ്യത്തെ നിയമങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന, ക്രമസമാധാന പാലനത്തിനെ അടക്കം നിയന്ത്രിക്കുന്ന, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ അടക്കമുള്ള നിയമങ്ങൾ പാസാക്കുകയാണ്. പ്രതിപക്ഷം ഒന്നാകെ ഇല്ലാതെ, യാതൊരു തരത്തിലുമുള്ള ചർച്ചകളില്ലാതെ ഈ രാജ്യത്ത് നിന്ന്. ശരി, ശ്രീ ഷാബിർ, പാർലമെന്റിലെ വിഷയങ്ങളായാലും ഇപ്പോൾ സെനറ്റിലെ വിഷയങ്ങളായാലും സർവകലാശാലയിലെ കാവ്യവൽക്കരണമായാലും ഇതിലൊക്കെ കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടായിരിക്കും. അത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയും. പക്ഷേ ശ്രീ ഷാബിർ, ഈ ഒരു കാര്യം, ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു കൈയിൽ കരിങ്കൊടിയും മറുകൈയിൽ ആയുധവുമായാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യം അവിടെ തിരിച്ചറിയേണ്ടത് അത് ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് ആണ്. അത് പോലീസ് കൃത്യമായി മനസ്സിലാക്കി ആദ്യമേ പോലീസ് അല്ല നേരിടേണ്ടത്. അത് DYFI എങ്ങനെയാണ് ആ ഒരു ചുമതല ഏറ്റെടുക്കുന്നത്? അതിനെങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു കുടപിടിക്കാൻ സാധിക്കുക? അല്ല, DYFI നേരിട്ടു അല്ലെ DYFI ഏറ്റെടുത്തു എന്ന നിലയിൽ നിങ്ങൾ അതിനെ കാണേണ്ടതില്ല. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു പരിപാടിയിലേക്ക് അക്രമ സ്വഭാവത്തോടുകൂടി ആ പരിപാടി ആക്രമിക്കുവാൻ, അല്ലെങ്കിൽ അവർ അല്ല, കേവലം ഇത് CPM നടത്തുന്ന പരിപാടിയല്ലല്ലോ, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ലേ നവകേരള സദസ് എന്നത്? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതെങ്കിലും സംഘടന എന്നുള്ള CPM-ന്റെ ഏതെങ്കിലും ഒരു ബഹുജന സംഘടന എന്ന നിലയിലേക്ക് അല്ലല്ലോ. അവിടെ സർക്കാർ പരിപാടി, ആ സർക്കാർ പരിപാടിയിലേക്ക് വരുന്ന ക്യാബിനറ്റിനെ ആകെ അപായപ്പെടുത്തുവാൻ, അവർ സഞ്ചരിക്കുന്ന വാഹനത്തെ അപായപ്പെടുത്തുവാൻ, ആ വാഹനത്തിലേക്ക് മുന്നിലേക്ക് ചാടി സ്വയം ആത്മഹത്യാ സ്ക്വാഡുകളായി മാറിയിട്ടുള്ള കുറെ പേരെ, അവിടെ കൂടുന്ന ആയിരങ്ങളിൽപ്പെട്ട ജനങ്ങൾ അവരെ ആ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അതാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ആസൂത്രിതമായി ആക്രമണം നടത്താം എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കേരളത്തിലാകമാനം അഴിച്ചുവിട്ടിട്ടുള്ള അക്രമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് നമ്മൾ കാണാൻ കഴിയണം. ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു നവകേരള സദസ് പ്രഖ്യാപിച്ചു. അത് ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കരിങ്കൊടി പ്രതിഷേധം എന്നെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ബഹുജന സംഘടനകൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഏതെങ്കിലും ഘട്ടത്തിൽ അത് പ്രഖ്യാപിക്കുന്ന, ഞങ്ങൾ ഇത്തരത്തിലൊരു സമരം നടത്തും എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ സമരത്തിന് എന്താണ് കാരണം എന്ന് ഇതുവരെ ഈ പൊതുജന സമക്ഷം പറയുവാനുള്ള ആർജവം പോലും കോൺഗ്രസ് കാണിക്കാതിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.